നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിത്രങ്ങളെന്ന് പറയുന്നത് ഒരു കുടം നിറയെ വജ്രങ്ങളും രണ്ടാമത്തെ കുടം നിറയെ സ്വർണ്ണ നാണയങ്ങളുമാകുന്നു. ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടുകൂടി മനസ്സിൽ ഓർമ്മിക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മനസ്സിലുണ്ടാകണം. അതിന് പ്രകാരം നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് ഓർമ്മിക്കുക. ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ വജ്രങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഈ പ്രകാരമാണ്. ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെടുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പല വേദനകളും പല പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് മുന്നിൽ പുഞ്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. പല ദുഃഖകരമായ അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള കഷ്ടതകൾ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രയാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിക്കുവാനുള്ളൊരു കരുത്ത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും നിങ്ങളെ പരിഹസിക്കുന്ന വ്യക്തികളുണ്ടാകാം. പലപ്പോഴും നിങ്ങളെ മാറ്റി നിർത്തുന്ന വ്യക്തികളുണ്ടാകാം. അവിടെയൊക്കെ ഈശ്വരൻ നിങ്ങളെ ഉയർത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ദിവസം വളരെയധികം പ്രയാസത്തിലും സാമ്പത്തിക ഞെരുക്കങ്ങളിലും കഷ്ടതകളിലൂടെയും ഇനി എന്തു ചെയ്യുമെന്നറിയാതെ വളരെയധികം ഭാരപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ ഈശ്വരൻ ആരെങ്കിലും രൂപത്തിലൊക്കെ നിങ്ങളെ സഹായിക്കുവാനായിട്ട് ഒരു സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഒരു കുടുംബത്തെ പരിപോഷിപ്പിക്കാനായിട്ട്, കുടുംബത്തിൽ കഷ്ടതകളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മാത്രം അനുഭവിക്കുന്ന വ്യക്തികളാണ്. അത്രത്തോളം മറ്റുള്ളവർക്ക് സന്തോഷം നൽകണമെന്നും നിങ്ങൾ കാരണം ആരും വിഷമിക്കരുത് എന്നുമൊക്കെ കരുതുവാനുള്ളൊരു മനസ്സ് നിങ്ങളിലുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. അതുപോലെ പല പ്രശ്നങ്ങൾ വരുന്നു. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവാകുന്നു. കടബാധ്യതകൾ ഉണ്ടാകുന്നു. വിശ്വസിച്ചവർ വഞ്ചിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ആശങ്കപ്പെടുന്നു. അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് നെടുവീർപ്പുണ്ടാകുന്നു. അങ്ങനെ തുടങ്ങി ഒരു പ്രയാസങ്ങളുടെ അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഒരു പ്രശ്നങ്ങളുടെ വക്കിലാകുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്കായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയുവാനായിട്ട് സാധിക്കുന്നത് പല സാധ്യതകളും നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. പല അവസരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴും നിങ്ങൾ പലർക്കും വേണ്ടി പലതും ഉപേക്ഷിച്ച വ്യക്തികളാണ്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഇനിയും അനേകം സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. അനേകം പ്രയാസങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധി ഉണ്ടാകും. അപ്പോഴെങ്കിലും നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അവസരങ്ങളെ നിങ്ങൾ തള്ളിക്കളയില്ല. അത്രയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രം ജീവിതത്തിലെ ഓരോ നല്ല നിമിഷത്തെയും ആസ്വദിക്കുക. ഒരു തൊടുകുറി ഫലത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്ന വരുന്ന 56 ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുഭ പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു കാര്യം സംഭവിക്കും. മിക്കവാറും കാണുവാനായിട്ട് കഴിയുന്ന ധനലാഭം തന്നെയാണ്. അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 50% പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടും. അത്തരത്തിലുള്ള ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോവുകയാണ്. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. എപ്പോഴും മറ്റുള്ളവരുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങളോടുകൂടി എപ്പോഴും ഈശ്വരനുണ്ടാകും. നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ നിങ്ങൾക്കും തുണയായിരിക്കുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുടം നിറയെ സ്വർണ്ണ നാണയങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചുള്ള തൊടുകുറി ഫലമാണ്. ഈ ഒരു കുടം നിറയെ സ്വർണ്ണ നാണയങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ
നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് മറ്റാർക്കും ഊഹിക്കാൻ പോലും കഴിയാത്തത്ര മാനസിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയാണ്. ഒരു കുടം നിറയെ സ്വർണ്ണ നാണയങ്ങളുണ്ട് എങ്കിലും മനസ്സിനുള്ളിൽ ആഗ്രഹമുണ്ട് എങ്കിലും അതൊക്കെ നേടിയെടുക്കണം എന്നുള്ള ഒരു വാശിയുള്ള വ്യക്തികളൊന്നുമല്ല നിങ്ങൾ. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ചു പോവുക. പക്ഷേ ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു സ്വപ്നമാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിയെടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവകാശപ്പെടുത്തുക, ഒരു തരി സ്വർണമെങ്കിലും വാങ്ങുക എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് ജീവിക്കുന്ന വ്യക്തികളാകാം. മറ്റൊരു വശത്ത് നിന്ന് നോക്കുമ്പോൾ മക്കൾക്കായിട്ട് അല്ലെങ്കിൽ മകൾക്കായിട്ട് കൊടുക്കാൻ ഒന്നുമില്ലാതെ ഭാരപ്പെടുന്ന ഒരു മാതാപിതാക്കളെ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കൈക്കുള്ളിൽ ഒതുക്കാൻ കഴിയാത്ത അത്ര വിഷമങ്ങളോടും ദുഃഖങ്ങളോടും കഴിയുന്ന വ്യക്തികളാണ് ഈ രണ്ടാമത്തെ തിരഞ്ഞെടുത്തവർ. ഇവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ഭാവി എന്ന് പറയുന്നത് വളരെയധികം കഷ്ടവും അതുപോലെ ദുഃഖങ്ങളും നിറഞ്ഞ ഒരു ഭൂതകാലത്തെ മാറ്റി നിർത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുന്ന ഒരു ഭാവി തന്നെയാകുന്നു. ഒരു സുവർണകാലം എന്ന് തന്നെ പറയാം. അത്രയധികം മനോഹരമായ ഒരു ജീവിതമാണ് നിങ്ങളിലൂടെ കടന്നു വരുവാനായിട്ട് പോകുന്നത്. അതുപോലെ 2 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. വളരെയധികം വഞ്ചനകൾക്കും അവഗണനകൾക്കുമൊക്കെ നേരിടേണ്ടി വന്ന വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും അമിതമായി ഇടപെടാതിരിക്കുക. കാര്യതടസ്സമൊക്കെ ഉണ്ടാകുമെങ്കിലും തക്കതായ വഴിപാടുകളൊക്കെ ചെയ്ത് ആ തടസ്സങ്ങളെ ഒഴിവാക്കുക. അബദ്ധങ്ങളിൽ പോലും നിങ്ങൾക്ക് എതിരാണെന്ന് തോന്നുന്ന ശത്രുക്കളുടെ വാക്കുകൾ വിശ്വസിക്കാതിരിക്കുക. പലതരത്തിലും നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കെതിരെ വരുമ്പോഴും ഒന്നും അവരോട് പറയാതെ മിണ്ടാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശത്രുക്കളെ തിരിച്ചറിയാനും തടയുവാനും സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക ഉയർച്ച അല്ലെങ്കിൽ ഒരു സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പണയം വെച്ചിരിക്കുന്നത് എടുക്കുവാനോ അല്ലെങ്കിൽ ആവശ്യകരമായ സ്വർണം മകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വേണ്ടിയോ സ്വരുക്കൂട്ടാനോ അങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കിയുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. വസ്തുപരമായ പല തകർച്ചകളും അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ, സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ മാറുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും വരുന്ന കുറച്ച് ദിവസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അവസരം ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരനെ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.